രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. വെറും ചോറും പയററിയും മുട്ട ബുൾസയും അതുപോലെ തന്നെ ഉണക്കൽ വറുത്തതാണ് ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടായിരിക്കും ഞാൻ മുട്ട ബുൾസ ചെയ്തിട്ട് ചോറ് കഴിക്കുന്നത്. ഞാൻ ഇതുവരെയായിട്ടും മുട്ട ബുൾസ ചെയ്തിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ രാവിലത്തെ കുറച്ച് പയററി ഉണ്ടായിരുന്നു, അതെല്ലാം കൂട്ടി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം വേറൊന്നല്ല, ഞാനെൻ്റെ വീട് വരെ പോവാണ്. അപ്പോൾ ഉച്ചക്കത്തെ കറിയൊന്നും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുള്ളത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുങ്ങിയെല്ലാം കഴിഞ്ഞിട്ട് 2-3 വട്ടം ഒന്ന് വീട്ടിലോട്ട് കയറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനാണ് നമ്മുടെ അയിനൂസ്ത പിഴങ്ങി മാറി നിൽക്കുന്നത് കേട്ടോ. പിന്നെ അവളെ സോപ്പിട്ട് അവൾക്ക് 2-3 മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ ബസ് കയറിയിട്ടാണ് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വണ്ടിക്ക് ബസ് സ്റ്റോപ്പ് വരെയും പോവും, അവിടുന്ന് നേരെ ബസ് കയറിയിട്ടാണ് വീട്ടിലോട്ട് വന്നത്. അങ്ങനെ ഉമ്മാനെ പണി സ്ഥലത്ത് നിന്ന് നേരെ വിളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടി കേട്ടോ, ഞങ്ങൾ 2 പേരല്ല, ഞങ്ങൾ 3 പേരും കൂടിയാണ് റിട്ടേൺ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഉമ്മ ജോലി എടുക്കുന്ന സ്ഥലത്ത് ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിനടുത്ത് തന്നെ ആയിട്ട് ബീച്ചുണ്ട്. അപ്പോൾ ആ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ആൾക്കാരും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു വശം കാണാൻ വേണ്ടിയിട്ട്. മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് നല്ലോണം ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറക്കണീറ്റപ്പോഴാണെന്നുണ്ടെങ്കിലോ 2 പേര് കിച്ചണിൽ ഭയങ്കര പണിയിലാണ് കേട്ടോ. ഉമ്മയും പാപ്പയും കൂടെ മീൻ കട്ട് ചെയ്യുന്നു, മുറിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പരിപാടിയിലാണ്. ഉമ്മ മീൻ ക്ലീൻ ചെയ്ത് കൊടുക്കും, പാപ്പ കട്ട് ചെയ്യില്ല കേട്ടോ പണി. എനിക്കും കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും ഉമ്മ എനിക്ക് നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം നന്നാക്കി തന്നിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് പോകാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്ത് ചെയ്യാനാണ്, വർക്കിന് പോകണോണ്ട് പിന്നെ വീട്ടിലോട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യോടെ വീട്ടിലെത്തിയതിനു ശേഷം കറിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാന്തളും അതുപോലെ തന്നെ ചാളയും പിന്നെ കക്കറിച്ചാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കക്കറിച്ച് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേഗം തന്നെ നമ്മുടെ കറിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ കറി ആയിട്ടുണ്ടായിരുന്നു, മീൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അയിനൂസ് നല്ല ഉറക്കത്തിലാണ്. പിന്നെ അവൾ ഉറക്കണിട്ടപ്പോഴത്തേക്കും അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൾക്ക് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു മേലെ കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ മേലെ കഴുകാൻ വേണ്ടിയിട്ട് വന്ന് കരയാണ്. 10 വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പോയിട്ടുണ്ട്.